ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ടൊയോട്ട വാഹനങ്ങളിലുള്ള ഒരു കംപ്ലൈന്റ് ആണ്. ഇത് ഈ മോഡൽ വാഹനങ്ങൾക്കുള്ള കോമൺ കംപ്ലൈന്റ് ആണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ ഈ കംപ്ലൈന്റ് നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വാഹനത്തിലുള്ള കംപ്ലൈന്റ് എന്ന് പറയുന്നത് പവർ വിൻഡോവും വർക്ക് ചെയ്യത്തില്ല, അതേമാതിരി തന്നെ എ സിയും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ രണ്ട് കാര്യവും ഒരു ഫ്യൂസ് ഡാമേജ് ആയത് കാരണമാണ് ഈ രണ്ട് കാര്യവും വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഈ ഫ്യൂസ് നമ്മൾ പുതുതായിട്ട് ഇട്ട ഉടനെ തന്നെ വീണ്ടും അടിച്ചുപോയി. അപ്പോൾ ഇത് അടിച്ചു പോകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ടൊരു സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. ആ സ്വിച്ച് കംപ്ലൈൻ്റ് ആയത് കാരണമാണ് ഈ ഒരു ഫ്യൂസ് അടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യൂസ് എന്ന് പറയുന്നത് 10 ആംസിൻ്റെ ഒരു ഫ്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പവർ വിൻഡോവും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ മോട്ടറിനോ അതേമാതിരി തന്നെ എ സിക്കോ ഒന്നും തന്നെ കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ ഇതിന് മെയിനായിട്ട് വന്നിരിക്കുന്ന കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഈ ഗിയർ ബോക്സിൻ്റെ റിവേഴ്സ് സ്വിച്ച് ഷോർട്ടായത് കാരണമാണ്. അപ്പോൾ നമ്മൾ ഈ റിവേഴ്സ് സ്വിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തു. അപ്പോൾ അതിനുശേഷം വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഷോർട്ടായത് കാരണമാണ് ഈ കംപ്ലൈൻറ്റുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ ചാനലിലൂടെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.